ഇങ്ങനെ പിന്നെങ്ങനെ. നമസ്കാരം. ഇങ്ങനെക്ക് സ്വാഗതം. ഞാൻ ഒരു ദിവസം വൈകി, പക്ഷെ എനിക്ക് നമ്മുടെ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീലിനെ കുറിച്ചിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഞാൻ അത് വളരെ ലേമൻസ് ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കണം. അതിനായിട്ട് ഞാൻ അമേരിക്കനെ ഒരു മോൾ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയാണ്. നമ്മുടെ നാട്ടിലൊരു മോൾ ഉണ്ട്. ആ മോളില് ഒരു ആങ്കർ സ്റ്റോർ ഉണ്ട്. ആങ്കർ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് മാതിരി. ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് മാതിരിയുള്ള സ്റ്റോറുകളുണ്ടാണ് അവിടെ എല്ലാവരും വിസിറ്റേഴ്സ് ഒക്കെ ചെല്ലുന്നത്. അത്രയധികം ഫുട്ഫോൾ വരുമ്പോൾ ബാക്കിയുള്ള കടക്കാർക്കൊക്കെ നല്ല കാര്യമാണ്. അപ്പൊ എല്ലാവരും ഒരു മോൾ റൺ ചെയ്യുമ്പോൾ എല്ലാ മാനേജ്മെന്റിനും ഒരു ആങ്കർ സ്റ്റോർ വേണം. അതാണ് ആൾക്കാർ അവിടേക്ക് കൊണ്ടുവരിക. അപ്പൊ അമേരിക്ക ഒരു മോളാണെങ്കിൽ ഈ അമേരിക്ക എന്നുള്ള മോളിലെ ഏറ്റവും വലിയ ആങ്കർ സ്റ്റോറാണ് ചൈന. അപ്പൊ ചൈനയിൽ നിന്ന് കിട്ടുന്ന ചീപ്പ് സാധനങ്ങൾ കാരണം അമേരിക്കയിലെ എല്ലാ ജനങ്ങളും ഒരു മോളിലേക്ക് പോകുന്ന ബിസിനസ്സുമാരാണ്. അവർക്കൊക്കെ ഇവിടെ സാധനങ്ങൾ ചീപ്പായിട്ട് കിട്ടുകയാണ്. പക്ഷേ ഒരു മോളില് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ റെന്റ് കൂട്ടുകയാണെങ്കിൽ അവിടെ വെക്കുന്ന സാധനങ്ങളുടെ വില കൂടില്ലേ? അതേമാതിരി തന്നെ അമേരിക്കയിൽ ടാരിഫ് വന്നപ്പോൾ ചൈന കൊടുക്കുന്ന റെന്റാണ് അത്. ആ റെന്റ് കൂടിയോട് കൂടിയിട്ട് ഇവിടെ അമേരിക്കയിലെ ആൾക്കാർ സാധനം വാങ്ങുമ്പോൾ അതിന് വില കൂടി. അത് ഈ മോളിന്റെ മാനേജർ ട്രംപാണ്. ട്രംപിന് ഒരുപാട് പ്രോബ്ലം ആണ് അതുകൊണ്ട്. അപ്പൊ ട്രംപ് ഭയങ്കര പ്രഷറിലാണ് ഈ സാധനങ്ങളുടെ വില കുറയ്ക്കാനായിട്ട്. എന്നാൽ ട്രംപ് തന്നെയാണ് ഇവിടുത്തെ വാടക കൂട്ടിയിട്ടുള്ളത്. പക്ഷെ ട്രംപിന് എന്താ കുഴപ്പത്തില്ലെങ്കിൽ ഈ ചൈന എന്നുള്ള ആങ്കർ സ്റ്റോർ ഉണ്ടല്ലോ, മഹാ തരികടിയാണ്. അവരുടെ ഉദ്ദേശം ഇവിടെ ആങ്കർ സ്റ്റോർ ആയിട്ട് ഇരിക്കലല്ല. അവരുടെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോള് തുറക്കണം തന്നെയാണ്. ഇപ്പൊ ഈ മോള് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക എന്നുള്ള മോൾ അടച്ചു പൂട്ടേണ്ടി വരും. കാരണം രണ്ട് മോളിനുള്ള സ്കോപ്പ് ഇല്ല. അവരതിനു വേണ്ടിയിട്ട് ഈ മോളിന്റെ ബാക്കിയുള്ള സ്റ്റോഴ്സിന്റെ ബ്ലൂ പ്രിന്റും എങ്ങനെ റൺ ചെയ്യണമെന്നും അവരുടെ എല്ലാ സീക്രട്സും പഠിച്ചിട്ട് പുതിയൊരു മോൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവര്. അത് ഈ മോളിന്റെ മാനേജറായി ട്രംപിന് മനസ്സിലായി. അപ്പൊ ട്രംപിന് എങ്ങനെയെങ്കിലും ചൈനനെ പുറത്താക്കണം, അല്ലെങ്കിൽ ഈ മോൾ അടച്ചു പൂട്ടേണ്ടി വരും. അപ്പൊ അതിനെന്താ വഴി? ട്രംപ് ഈ ചൈന എന്നുള്ള ആങ്കർ ടെനന്റിന്റെ റെന്റ് ഒരുപാട് അങ്ങോട്ട് കൂട്ടി 37 തൊട്ട് 47% വരെ പെർസെന്റായി. അപ്പൊ ഒരു കുഴപ്പമുണ്ട്. ഈ ചൈനയ്ക്ക് പകരം വേറൊരു ആങ്കർ ടെന്നെ ട്രംപിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ അമേരിക്കയിൽ താമസിക്കുന്ന ആൾക്കാർ, അതായത് ഒരു മോളിൽ പോകുന്ന വിസിറ്റേഴ്സ് മാതിരി എല്ലാ സാധനങ്ങളും വില കൂടി. ട്രംപിന് അതും പ്രോബ്ലമാണ്. അപ്പൊ ഈ ചൈന എന്നുള്ള ആങ്കർ ടെനന്റിനെ മാറ്റിയിട്ട് ട്രംപിനുള്ള ആകെ കൂടിയുള്ള റീപ്ലേസ്മെന്റ് ഈക്വൽ ലെവലിൽ ഇന്ത്യ മാത്രമാണ്. കാരണം ഇന്ത്യക്ക് മാത്രമാണ് ഈ 1.4 ബില്യൺ ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പൊ ട്രംപിന്റെ ഏറ്റവും വലിയ ആവശ്യം ചൈന മാറിയാൽ ഇന്ത്യ വരണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര നാള് ട്രംപിന്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളറിയല്ലോ, എല്ലാവരും പറയാത്തൊന്നുമില്ല. എന്നാൽ നമ്മുടെ മോദിജിനെ മാത്രം ട്രംപ് ഇതുവരെ ഒരു ചീത്തയും പറഞ്ഞിട്ടില്ല. കാരണം എന്തെങ്കിൽ ട്രംപിന് വേണ്ട ആങ്കർ ടെനന്റിന്റെ സിഇഒ ആണ് മോദിജി. അദ്ദേഹമായിട്ട് ഉടക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപിന് ചൈനനെ എവിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ട്രംപിന്റെ ആവശ്യമായിരുന്നു ഇന്ത്യനെ വേണമെന്നുള്ളത്. ഫൈനലി ഇന്ത്യനെ കൊണ്ടുവരാനായിട്ട് ട്രംപ് ഭയങ്കര അതിഗംഭീരനാണ് കേട്ടോ. പുള്ളി ഒരു ട്രയൽ റൺ നടത്തി. ഈ ഇന്ത്യനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ശരിയാവുന്ന ഉറപ്പ് വേണമല്ലോ. ചൈനനെ പുറത്താക്കുകയും ചെയ്തു. ഇന്ത്യനെ കൊണ്ടുവന്നിട്ട് ശരിയായില്ലെങ്കിൽ അതും പ്രോബ്ലമാണ്. അപ്പൊ അതിനായിട്ട് ആദ്യം ചെയ്ത ട്രയൽ റൺ എന്നിട്ടുണ്ടെങ്കിൽ ഐഫോൺ വിൽക്കാനുള്ള കട മാത്രം പുള്ളി ഇന്ത്യക്ക് കൊടുത്തു, ഫുൾ ഫ്രീ ആയിട്ട്. റെന്റ് ഒന്നും വേണ്ട, നിങ്ങൾ വിൽക്കുന്ന കാര്യം ശരിയാവും നോക്കട്ടെ, നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 2017 വരെ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തിരുന്നത് വേൾഡിലെ 1% ഐഫോൺസ് ആണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ട്രംപ് വന്നതിന് ശേഷം അത് ഒറ്റ കൊല്ലത്തിനുള്ളിൽ 25% ആയിട്ട് കൂടി. അതായത് 100 ഐഫോൺ ലോകത്തിൽ ഉണ്ടാക്കണമെങ്കിൽ 25 ഐഫോൺ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ്. അത് മാത്രമല്ല 2017 ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഐഫോൺ ഏറ്റവും ലോവർ ലെവലിലുള്ള ഐഫോൺ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോൺ ഉണ്ടാക്കി കൊടുത്തത് iPhone 17 വാട്ട് എവർ ഹയസ്റ്റ് കാറ്റഗറീസ്. അമേരിക്കയിലെ എക്സ്പോർട്ട് ആണെങ്കിൽ 200% കൂടി. അതായത് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോന്ന് ആദ്യം ട്രംപ് ഈ ബഹളത്തിനിടയിൽ മുഴുവൻ ഈ ഐഫോൺ വിൽക്കാനുള്ള റെന്റ് മാത്രം ട്രംപ് സീറോ ആക്കി. അതുകൊണ്ട് നമ്മൾ അമേരിക്ക വന്നിട്ട് ഐഫോൺ വിൽക്കരി നിർന്ന ആള്. അപ്പൊ അമേരിക്ക എന്നുള്ള മോഡല് ഐഫോൺ വെക്കേണ്ടായിരുന്ന ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ അത് ഗംഭീരമായിട്ട് ചെയ്തു ഒരു കൊല്ലം മുഴുവൻ. അപ്പൊ എന്താക്കി ട്രംപിന് മനസ്സിലായി, ഓക്കെ, ഇന്ത്യക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളത്. ട്രംപ് ഉടനെ ഇന്ത്യയുടെ റെന്റ് ഇതുവരെ ഉണ്ടായിരുന്നത് 50% ആയിരുന്നു. ആദ്യം 25, പിന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട് അഡീഷണൽ 25, 50% ആയിരുന്നു. ചൈനയെക്കാട്ടും കൂടുതലായിരുന്നു. ചൈന 37 to 47% ആയിരുന്നു. ഒറ്റ അടിക്ക് ട്രംപ് ഇന്ത്യയുടെ റെന്റ് കുറച്ചിട്ട് 18% ആക്കി. അത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിയറ്റ്നാമിന്റെ റെന്റ് 20%, ബംഗ്ലാദേശിന്റെ റെന്റ് 20%, പാകിസ്ഥാന്റെ റെന്റ് 19%, ഇന്ത്യയുടെ റെന്റാണ് ഏറ്റവും കുറവ്. ചൈനയുടെ ഞാൻ പറഞ്ഞല്ലോ 37 to 47% ആണ്. അപ്പോൾ ചൈനയ്ക്ക് ഇനി കച്ചവടം ചെയ്യണമെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം റെന്റ് അത്ര അധികമാണ്. ചൈനയിൽ നിന്ന് വന്ന പ്രോഡക്ട്സിനൊക്കെ ഒരുപാട് കൂടുതൽ വരും. അപ്പൊ നമ്മളിപ്പോ അമേരിക്ക എന്നുള്ള മോളില് ഏറ്റവും റെന്റ് കുറഞ്ഞ ഏറ്റവും വലിയ ടെനന്റ് ആണ് ഇപ്പോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. എന്നാൽ ഇതിൽ വേറൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ അമേരിക്കയിലേക്ക് 500 ബില്യൺ, $500 ട്രില്യൺ സാധനങ്ങൾ വാങ്ങുന്നത് നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു മോളിന്റെ ആസ്പെക്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ആങ്കർ ടെനന്റ് ആയാലും നോർമൽ ടെനന്റ് ആയാലും നമ്മളൊരു സ്ഥലത്ത് വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കില്ലേ, അല്ലെങ്കിൽ നമ്മൾ പകുതി എന്ന് പറയില്ലേ?
അപ്പൊ ഒരു 10 കൊല്ലത്തേക്കുള്ള ഒരു സെക്യൂരിറ്റി ആണ് ട്രംപിന്റെ. ഇന്ത്യക്ക് 18% ആയിട്ട് ടാരിഫ് ആകുമ്പോൾ അല്ലെങ്കിൽ 18% റെന്റ് കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ട്രംപിന് ഇന്ത്യ അവിടെ അടുത്ത 10 കൊല്ലത്തേക്ക് വേണമെന്ന് ആവശ്യമുണ്ട്. അതിന് ഒരു $500 ബില്യൺ നമ്മളെ ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. അത് ട്രംപ് എന്നുള്ള മോൾ മാനേജർ മേക്ക് ഷുവർ ആക്കുകയാണ് ഇന്ത്യ പിന്മാറില്ല എന്നുള്ളത്. എന്നാൽ ഇതിലൊക്കെ വേറെ പ്രോബ്ലം ഉണ്ട്. നമ്മൾ 25% കൂടുതൽ അഡീഷണൽ വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്. നമ്മളൊരു മോളിന്റെ ആസ്പെക്ടിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്നുള്ള ടെനന്റ് ട്രംപിന് ഇഷ്ടമില്ലാത്ത ഒരു സപ്ലറിൽ നിന്ന് റോ മെറ്റീരിയൽ വാങ്ങണം. അപ്പൊ ട്രംപ് നമ്മളോട് ഇത്ര നാൾ പറഞ്ഞു അത് വാങ്ങാൻ പറ്റില്ല, നിങ്ങൾ വാങ്ങരുത്. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല, കാരണം നമ്മൾ വേറെ വിലയോടൊന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന്റെ വില കൂടും. ട്രംപ് തന്നെ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി. കാരണം ഇപ്പൊ അമേരിക്ക വെനിസ്വേല എടുത്തതിനു ശേഷം വെനിസ്വേലയുടെ ഓയിൽ വൺ ട്രംപിന്റെ കയ്യിലാണ്. എന്നാൽ ഇന്ത്യയിൽ ഉള്ള റിഫൈനറീസ് ഗുജറാത്തിലായാലും കേരളത്തിലായാലും ഹാർഡ് ഓയിൽ അല്ലെങ്കിൽ സാർ ക്രൂഡ് റിഫൈൻ ചെയ്യാനുള്ള റിഫൈനറീസ് ആണ്. വെനിസ്വേലയിലെ ക്രൂഡ് ഓയിൽ അതാണ്. അപ്പൊ ട്രംപ് അത് നമുക്ക് പ്രോമിസ് ചെയ്തു. അപ്പൊ ട്രംപ് ഇതിൽ 2 കാര്യം ചെയ്തു. ഒന്ന്, ചൈനനെ പുറത്താക്കി. 2, റഷ്യക്കുള്ള ഓയിലിന്റെ അവരുടെ സോഴ്സ് കട്ടാക്കി. ട്രംപ് എന്നുള്ള പ്രസിഡന്റ് ഒരു ഗുണമുണ്ട് അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ട്. എങ്ങനെ നോക്കിയാലും ട്രംപിന് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. ട്രംപിന്റെ യുദ്ധം മുഴുവൻ പൈസ കൊണ്ടാണ്, ആളെ കൊന്നിട്ടല്ല. അപ്പൊ റഷ്യയുടെ പൈസ കംപ്ലീറ്റ് ചോക്ക് ചെയ്യാൻ പോണ്. ഇപ്പോ ഇന്ത്യ റഷ്യയിൽ നിന്ന് വന്ന് 37% ആണെങ്കിൽ ഓയിൽ അത് സ്റ്റോപ്പ് ആവണമെങ്കിൽ റഷ്യക്ക് ഭയങ്കര പ്രോബ്ലമാണ്. റഷ്യക്ക് ഒരു ഫൈനാൻഷ്യൽ ക്രഞ്ച് വരും. അതും ട്രംപ് ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ത്യക്ക് ഒരു ഗുണം കിട്ടി. ഇന്ത്യക്ക് സെയിം ലെവലില് ക്രൂഡ് കിട്ടുകയാണ് ഇപ്പൊ വെനിസ്വേലയിൽ നിന്ന്. അപ്പൊ അതും ട്രംപ് അറേഞ്ച് ചെയ്തു. ഹി കിൽ 2 birds with 1 stone. അതായത് ചൈനനെ പുറത്താക്കി, അവരുടെ റെന്റ് കൂട്ടിയിട്ട് റഷ്യനെ പുറത്താക്കി, കാരണം ഇന്ത്യക്ക് വേറെ സോഴ്സ് വാങ്ങി തന്നു. അപ്പൊ ട്രംപ് ഇസ് വിന്നിങ് ഓൾ ദ വേ. ഇതുകൊണ്ട് കേരളത്തിൽ എന്താ ഉണ്ടായുള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. നമ്മളാണ് ഇന്ത്യയിലെ സീ ഫുഡിന്റെ 13% എക്സ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അതേമാതിരി തന്നെ സ്പൈസസ് ഒരുപാട് 80% പെപ്പറിന്റെ പോകുന്നത് കേരളത്തിൽ നിന്നാണ്. അതേമാതിരി തന്നെ കൊയർ എക്സ്പോർട്ട്സ് 37% കേരളത്തിൽ നിന്നാണ്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ റെന്റ് 50% ആയോടുകൂടിയിട്ട് നമുക്ക് എക്സ്പോർട്ട്സ് ഒരുപാട് കുറഞ്ഞു. ഒരുപാട് ആൾക്കാർ ജോലി പോയി. ഇപ്പൊ ഈ ട്രംപിന്റെ ന്യൂ ഫേവറബിൾ ട്രെൻഡ് കാരണം ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ആണ് അമേരിക്ക എന്നുള്ള മോളിൽ ഏറ്റവും ചീപ്പസ്റ്റ്. ഇനിയിപ്പോ കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും. നമ്മുടെ കൊയർ ഇൻഡസ്ട്രി ആയാലും ഫിഷിംഗ് ഇൻഡസ്ട്രി ആയാലും സ്പൈസസ് ഇൻഡസ്ട്രി ആയാലും ഒരുപാട് ഭൂമി ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ബാക്കിയുള്ള ചെറിയ ചെറിയ കടക്കാർ, അതായത് വിയറ്റ്നാം ആയാലും ബംഗ്ലാദേശ് ആയാലും ആർക്കും നമ്മളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി. കാരണം നമ്മുടെ റെന്റാണ് ഏറ്റവും കുറവ്. ഇതൊരു ഭയങ്കരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത്. ഇപ്പൊ എന്റെ കഴിഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഐ എം അറ്റാച്ചിങ് ഇറ്റ് ഹിയർ. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഇപ്പൊ 7% ആണെങ്കിൽ അമേരിക്കയായിട്ട് ട്രേഡ് ഡീൽ ചെയ്യുകയാണെങ്കിൽ 12% ആവുന്നുള്ളത്. ഇന്ത്യ ഇപ്പൊ നമുക്ക് കിട്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ശരിക്കും ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് വിൽ ബി 12% ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഒരു സംശയമില്ല. കാരണം ഇന്ത്യയുടെ പ്രൊഡക്ട്സ് വിൽ ബി ദ ചീപ്പസ്റ്റ് ഇൻ അമേരിക്ക മോൾ. കാരണം നമ്മുടെ ട്രെൻഡാണ് ഏറ്റവും കുറവ്. പക്ഷെ നമുക്ക് ഇപ്പോ നല്ല ഭയങ്കര ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇഫ് വി ഹാൻഡിൽ ദിസ് ഓപ്പർച്യൂണിറ്റി വി ഹവ് ഗോട്ട് റൈറ്റ് നൗ, വി ക്യാൻ ആക്ച്വലി ബി റിച്ച്. എവറി ഇൻഡിവിജ്വൽ, എല്ലാ സാധാരണക്കാരന്റെ കയ്യിലും പോക്കറ്റിൽ പൈസ വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ നമ്മൾ മോൾ ടേമിൽ പറയുകയാണെങ്കിൽ അമേരിക്ക എന്നുള്ള മോളിൽ ഫൈനലി ചൈനനെ റീപ്ലേസ് ചെയ്തിട്ട് ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി ദ ആങ്കർ സ്റ്റോർ. ക്യാൻ യു ബിലീവ് ഇറ്റ്? ദിസ് ഈസ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. ഇറ്റ് ഈസ് എ വിൻ വിൻ ഫോർ അമേരിക്ക, വിൻ വിൻ ഫോർ ഇന്ത്യ. എൻഡ് ഓഫ് ദ ഡേ ദ മോൾ മാനേജർ ഓൾവേസ് വിൻസ്. ഇപ്പൊ നമ്മളിവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ട്രംപ് ജയിച്ചോ മോദി ജയിച്ചോ എന്നുള്ളതാണ്. ഇതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ആരാണ് മോൾ? Mall owner always wins, but after that the biggest win is for India. There's no two ways about it. എന്നാൽ വേറൊരു കാര്യം നമ്മൾ അറിയണം. നമ്മൾ 4th largest economy എന്ന് പറയുമ്പോഴും നമ്മുടെ ഒരു സാധാരണക്കാരൻ 122% പൈസയുടെ കാര്യത്തിൽ നിൽക്കുന്ന വേൾഡ് ഓർഡറിൽ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാരണം നമ്മുടെ സാധാരണക്കാരന്റെ പോക്കറ്റിൽ പൈസ വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. നമ്മൾ ഇത് ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഐഫോൺ ഹൈ ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണ മാതിരി നമ്മൾ ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഹൈ ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അമേരിക്ക എന്നുള്ള മോളിൽ ഏറ്റവും കുറവ് റെന്റുകളുണ്ട്. അമേരിക്ക എന്നുള്ള മോളിൽ വരുന്ന കസ്റ്റമേഴ്സ്, അത് അമേരിക്കക്കാര്, അവരെല്ലാവരും നമ്മുടെ പ്രൊഡക്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മെയ്ഡ് ഇൻ ചൈന മാറിയിട്ട് ഇനി എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി മെയ്ഡ് ഇൻ ഇന്ത്യ. ജയ് ഹിന്ദ്.